പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന ആ അറിയിപ്പ്, നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ, കൂടാതെ 4800 രൂപ കുടിശ്ശിക പെൻഷൻ്റെ വിതരണം, ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ഏവരും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. കൂടാതെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, പല ആളുകളും പറഞ്ഞിരുന്നു ഈ ഒരു മാസത്തിൽ വ്യാഴാഴ്ചയോടുകൂടിയൊക്കെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന്. പക്ഷേ നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിരുന്നു, വെള്ളിയാഴ്ചയായിരിക്കും ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വിതരണം തുടങ്ങുക. നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള അറിയിപ്പുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ ഒരു കറക്റ്റായിട്ടുള്ള അറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചത്. അപ്പോൾ DBT സെല്ലുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് സംസാരിക്കുക. അതിനുശേഷം കറക്റ്റായിട്ടുള്ളൊരു തീയതിയും തീരുമാനമൊക്കെ ലഭിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. കറക്റ്റായിട്ട് എക്സാക്റ്റ് ഇന്ന് തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങിയിട്ടുണ്ട്. തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി കൈപ്പറ്റുന്ന ആളുകൾ ആ ഒരു തുക കുറച്ചുള്ള തുകയായിരിക്കും ലഭിക്കുക. അതിന് കുറച്ച് ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ താമസം ഉണ്ടാകുവാനും അല്ലെങ്കിൽ കുറച്ച് താമസം വരുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ തുക ലഭിക്കും. ഇതുകൂടാതെ തന്നെ കൈകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുതന്നെയായാലും ക്ഷേമ പെൻഷൻ 1600 രൂപ വിതരണം തുടങ്ങിയിരിക്കുകയാണ്, ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെയാണ് കുടിശ്ശിക ഇനത്തിലുള്ള 4800 രൂപ 3 മാസത്തേക്ക് എടുത്തുക. ഇത് നമ്മൾ ഉത്സവ സീസണുകളിലൊക്കെ ആയിട്ട് വിതരണം ചെയ്യുമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് ഓണം, ക്രിസ്മസ്, പുതുവർഷം, അതൊക്കെ അങ്ങനെയുള്ള ഒരു കാലയളവിലേക്ക് വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ട് വരുന്നതനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുവാനും ഇലക്ഷന് മുമ്പായിട്ട് ഒരു 5-6 മാസക്കാലം തുക കറക്റ്റായിട്ട് പോകുവാനും അതാത് മാസത്തെ തുക മാത്രം മുന്നിൽ വിതരണം ചെയ്യുകയും കുടിശ്ശിക ഒന്നും ഇല്ലാത്ത രീതിയിലാവുകയും ഒരു 200 രൂപയുടെ വരെ തുകയുടെ വർധനവും നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഇപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. വളരെ ആശ്വാസം നൽകുന്ന അറിയിപ്പുകളാണ്. ക്ഷേമ പെൻഷൻ്റെ വിതരണം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഉത്സവ സീസണുകളിലൊക്കെ സാധാരണ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊരു വലിയ സഹായമാണ്. 1600 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും 1 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാത്തവനെ അതിൻ്റെ വിലയറിയുള്ളൂ. 1600 രൂപ എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമായിട്ട് 200 രൂപ ലഭിക്കുമ്പോൾ അവർക്കൊരു വലിയ ഒരു സഹായം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുതന്നെയായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിലൊക്കെ ആയിട്ട് ബാക്കി ആളുകൾക്കും കൈകളിലേക്ക് തുക എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കിട്ടിയ ആളുകളെന്ന് അറിയിക്കുക. കിട്ടാത്ത ആളുകൾ ഭയപ്പെടേണ്ട. തുക ഇന്നും നാളെയൊക്കെ ആയിട്ട് പൂർണ്ണ അളവിലെത്തും. വിഷുവിന് മുമ്പാകെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണ അളവിൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. നമ്മൾ കാണുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടിയും തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ